ജീവിത പങ്കാളികളെക്കുറിച്ച് ആകുലപ്പെടുന്നവരെ കർത്താവ് മനസ്സിൽ ഓർപ്പിക്കുന്നുണ്ട്. They are most anxious. ജീവിതത്തിൻ്റെ ഒരു അട്രാക്ഷൻ, നമ്മളെ ആവശ്യമുള്ള ഒരു കാലം കഴിഞ്ഞു, ഇനി നിൽക്കട്ടെ, ചാകട്ടെ എന്നുള്ള മാനസികാവസ്ഥ കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക് രൂപപ്പെട്ട് വന്നാൽ, കുറഞ്ഞ പക്ഷം മക്കൾക്ക് രൂപപ്പെട്ട് വന്നാൽ, നിങ്ങൾ കർത്താവിനോട് മറുപടി പറയണമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ചെയ്തത് ഉടമ്പടി ആയതുകൊണ്ടാണ്. വിവാഹമെന്ന ഉടമ്പടി. You got the point? You catch me? അതായത് ചിലർക്ക് ഒരു കാലം കഴിയുമ്പോൾ ഒരു ഡോൺ കെയർ ആണ്, മക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മരിപ്പ് വീട്ടിൽ പോയി. അപ്പോൾ മരിച്ച ആളിൻ്റെ പെങ്ങളുടെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയും കിടപ്പാണ്, മരിക്കുമ്പോൾ അച്ഛനെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നലെ സംഭവിച്ച കാര്യമാണ്. ഞാനൊരു മരിപ്പ് വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ആ മരിച്ചാളിൻ്റെ പെങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയും കിടപ്പാണ്, മരിക്കുമ്പോൾ അച്ഛനെ അറിയിക്കാമെന്ന്. എന്നാൽ അച്ഛൻ വരണമെന്ന് എന്നെ ബുക്ക് ചെയ്തവർ. എൻ്റെ അടുത്ത് വെച്ചാൽ അവൻ ഇപ്പം തന്നെ മരിച്ചതായിട്ട് കണക്കാക്കിയിരിക്കണം അമ്മ. ദിസ് ഈസ് ഒരു കൂദാശ ചെയ്ത ബന്ധത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾ ആരെയും എഴുതി തള്ളരുത്. എപ്പോഴെങ്കിലും മരിച്ചോളൂ എന്നാണ് അവർ പറയണത്. എപ്പോഴെങ്കിലും മരിച്ചോളും. മക്കൾ ചിലരങ്ങനെ കരുതലുണ്ട്, അപ്പൻ അമ്മ കിടപ്പാണ്, എപ്പോഴെങ്കിലും മരിച്ചോളൂ. അങ്ങനെ വന്നാൽ അത് കുദാശയോട് ഉള്ള ഒരു മറുതലിപ്പാണ്. കാര്യം നീ ജനിച്ചിരിക്കുന്നത് കുദാശയിലാണ്, അപ്പനും അമ്മയും ചെയ്ത കുദാശയിലാണ്. അതിനൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്നത് മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളോട് പറഞ്ഞിരിക്കുന്നത് അവരെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ടൈം പറഞ്ഞിട്ടില്ല. അവർ ഈ ഭൂമി ഉള്ളിടത്തോളം കാലമെന്ന് എൻ്റെ അർത്ഥം. കുദാശ ഒരു ഉടമ്പടിയാണ്. അതല്ല ഈ അവസാനം പറഞ്ഞിരിക്കണം. ബൈബിള് തീരാൻ പോവുകയാണ്. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ എഴുതി തീരാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പറഞ്ഞ് അന്ത്യകാലങ്ങൾ ശ്രദ്ധിക്കണം, ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കണം. നിൻ്റെ ആദ്യ ചാപ്റ്ററൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ലാസ്റ്റ് ചാപ്റ്ററും കൺക്ലൂഷനും ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ സന്ദേശം. ഏറ്റവും വലിയ വെളിപാടെന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൻ്റെ ആയാലും അമ്മയുടെ ആയാലും മക്കളുടെ ആയാലും പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹ ജീവിതം എല്ലാത്തിൻ്റെയും അവസാനം വരെ അങ്ങയോടുള്ള വിശ്വസ്തത പരിപാലിച്ചു പോരുവാൻ അഭിഷേകം ചെയ്യണം. സദയം തുടരെ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടരെ സുഖമായി എൻ്റെ ഉള്ളം. കരയേറ്റത്തിൻ്റെ പ്രാർത്ഥനകളാണ്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, കടങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ, പെട്ടുപോയിരിക്കുന്നവരെ. ഞാനതാണ് എല്ലാ വിഷയവും എടുത്ത് അമ്മയെടുത്ത് കൊണ്ടുവരണത്. യാതൊരു ആശങ്കയും എനിക്കില്ല ഒന്നിനും. എനിക്ക് ആശങ്ക ഉള്ളത് നിങ്ങളുടെ കാണിക്കുന്ന കാര്യം. നിങ്ങളങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. മനുഷ്യന് പ്രയാസമൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ വീണ് പോകത്തില്ലേ. എന്നാലും ഒന്ന് അവസാനം പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ.
കർത്താവേ, ഞങ്ങൾക്ക് നിരാശ വരുമ്പോൾ, വീഴ്ചകൾ വരുമ്പോൾ, ഞങ്ങള് പതറിപ്പോകുമ്പോൾ, അവസാനം വരെ വിശ്വാസത്തിലെ, പ്രത്യാശയിലെ, പ്രാർത്ഥനയിലെ പിടിച്ചു നിൽക്കാനുള്ള പ്രത്യേക അഭിഷേകം, മരിയൻ അഭിഷേകം, അമ്മയ്ക്കുണ്ടായിരുന്ന അഭിഷേകം, കുരിശിന്റെ ചുവട്ടിൽ നിന്ന അഭിഷേകം എനിക്ക് നൽകണമേ, ഈ നിമിഷം നൽകണമേ. ആശുപത്രി കൊണ്ടുപോയപ്പോൾ അതൊക്കെ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. അതൊക്കെ മുമ്പ് ഇവരൊന്ന് ആശുപത്രി പോയായിരുന്നു. ആശുപത്രി പോയപ്പോൾ ഡോക്ടർ ഇവരുടെ മലത്തിൽ നിന്ന് ചോര പോകുന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിന് എൻഡോസ്കോപ്പി എടുക്കണം, ഈ വായിൽ കൂടി ക്യാമറ കയറ്റി വിടണ പരിപാടിയുണ്ട്. പിന്നെ കൊളനോസ്കോപ്പി എടുക്കണമെന്ന് പറഞ്ഞ്, അതെന്താണ് കുടലിലൂടെ ക്യാമറ കയറ്റി വിടുന്നത്. പക്ഷേ അവിടെയൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സമയമുണ്ട്, അതിന് 1 മാസം എടുക്കും. 1 മാസം എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും എടുത്താൽ മാത്രമേ മലത്തിൽ നിന്ന് ചോര പോയ കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതിന് 1 മാസത്തെ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അതുവരെ ചോര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ മെറിറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റേതായിട്ടുള്ള ഒരു പരാധീനതയുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, അറിവുണ്ട്, പണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ദൈവത്തെ അവോയ്ഡ് ചെയ്യരുത്. ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കലിബറ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ കപ്പാസിറ്റി, കഴിവ് ദൈവത്തെ അറിയാതെയോ അവബോധ തലത്തിലോ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടിയുടെ ലെവൽ നമ്മൾ നോക്കുകയാണ്. ഇപ്പം ജനറേറ്ററൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോയി അവിടെ മാനേജർ പോയി നോക്കും, ഓയിൽ ലെവൽ കറക്റ്റാണോ നോക്കും. അത് കാറ് നോക്കത്തില്ലേ, വെള്ളമുണ്ടോ എന്ന് നമ്മൾ നോക്കത്തില്ലേ. ഇതുപോലെ ദൈവത്തെ അവോയ്ഡ് നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മുടെ ബുദ്ധിക്കും കഴിവിനും ചെയ്യാവുന്ന കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാതെ ആ മേഖല ദൈവത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ മക്കൾ നോക്കണം. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നിൻ്റെ നിലപാടിലൂടെയാണ്. എൻ്റെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഇവർക്ക് സത്യം പറഞ്ഞാൽ പേടിയെന്നല്ല, അതിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹെവി വല്ല ഓപ്പറേഷനോ വല്ലതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇവരിതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ കൊളനോസ്കോപ്പി എൻഡോസ്കോപ്പി എടുക്കണം. അപ്പോൾ ആ ഒരു വിഷയം ഉള്ള സമയത്താണ് കാലിൽ കത്തി വീണിട്ട് ഇത് മുറിഞ്ഞത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. ഉടമ്പടിക്ക് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ശ്രദ്ധിക്കുക. ഇവരെങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കണം നിങ്ങൾ. അതായത് ഇവർക്ക് ഭയങ്കര സങ്കടമായി. കാര്യം അവരങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം ആകെ മൊത്തം കുളവായല്ല എന്ന്. അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ആകെ മൊത്തം ചളുവായല്ല എന്ന്. കാര്യം ഇവർക്ക് ഇനി എൻഡോസ്കോപ്പ് എടുക്കണം, കൊളോസ്കോപ്പ് എടുക്കണം. ഇപ്പം ഡോക്ടർ എന്താ പറയണത്, ഇത് സ്കാൻ ചെയ്ത് തള്ളവിരൽ അറ്റുപോയത് സ്കാൻ ചെയ്ത ഡോക്ടർ പറയും ഇത് മുറിഞ്ഞെന്നാണ് തോന്നണത്. അപ്പം ഇവർക്കും അറിയാം മുറിഞ്ഞെന്ന്. കാര്യം തലവല അനങ്ങണില്ല, ഈ ഡെഡ് ബോഡി പോലെ ഇരിക്കുകയാണ്, മരവിച്ച ആൾക്കാരുടെ കൈ പോലെ ഇരിക്കുകയാണ്, അനങ്ങണില്ല. അപ്പം അത് ബ്ലഡ് അത് വെയിൻ അറ്റുപോയിട്ടാണ്. പക്ഷെ വെയിൻ അറ്റുപോയോ എന്ന് പറയാൻ സ്കാൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ബ്ലഡെല്ലാം കയറിയിരിക്കണ കാരണം സ്കാൻ റിപ്പോർട്ടിൽ വ്യക്തമല്ല, അറ്റുപോയത് കാണുന്നില്ല. പക്ഷെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇത് സർജൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സർജൻ പറയും ആയത് അറ്റുപോയെന്നാണ്. എന്നിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ നിശ്ചയിക്കും. ഇപ്പോൾ വേറെ 2 ഓപ്പറേഷൻ കിടപ്പുണ്ടേ, എൻഡോസ്കോപ്പിയും കൊളോസ്കോപ്പിയും കിടപ്പുണ്ട് വേറെ. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സാധനം കയറി വിടും. എന്നിട്ട് ഇവർ ദൈവത്തെ വിട്ടുപോകാതെ, അപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥനയും കൂടുതലാണ്, നിനക്ക് പണിയും വരുന്നുണ്ടല്ലോ എന്ന് പറയും. അത് അദ്ദേഹം പറയുന്നുണ്ട്.
അതും ഇതൊക്കെ നമ്മളുടെ അതായത് നമ്മുടെ ഈ മെറിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ ഇപ്പം മെറിറ്റ് കുറഞ്ഞു വേണ്ടാ, എന്തെങ്കിലും ദുരന്തമോ ദുഃഖമോ പരാജയമോ വരുമ്പോൾ എൻ്റെ മക്കൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഉടനെ നീ ആരോ ഏതോ ഒക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കണ കൊണ്ടാണ് ഞാനിങ്ങനെ ഗതി പിടിക്കാത്തത്, ഇങ്ങനെ നിൻ്റെ മെറിറ്റ് പോണതനുസരിച്ചുകൊണ്ട് നീ നാട്ടുകാരുടെ കഴുത്തേക്ക് കയറരുത്. മനസ്സിലായില്ലേ? അതാണ് ആൾക്കാർ ചെയ്യണത്. ബുദ്ധിയും വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണത് അങ്ങനെയാണ്. ആരോ എന്തോ പണി ചെയ്തിരിക്കുന്നതാണ് എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയല്ല. ഇവരിങ്ങനെ പറയണത്, ഇവർ പ്രേയറിലൂടെ മൂവ് ചെയ്യുമ്പോഴും 2-3 കാര്യങ്ങൾ നെഗറ്റീവ് സംഭവിച്ചിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? ഇവിടെ മെറിറ്റ് പോകും, യോഗ്യത പോകും. യോഗ്യത കുറഞ്ഞ് വരും. യോഗ്യത കുറഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ബേസിക്കായിട്ടുള്ള യോഗ്യത, ഇതൊരു എൻജിനീയറിംഗ് ആണ് കേട്ടോ, ഒരു കവനൻ്റെ എൻജിനീയറിംഗ് ആണ് ഞാനീ പറയണത്. എങ്ങനെയാണ് ഇതിനെ സ്റ്റിയർ ചെയ്ത് പോകേണ്ടതെന്ന്. അതായത് കവനൻ കാലത്ത് നിങ്ങളുടെ യോഗ്യത, നിങ്ങളുടെ കപ്പാസിറ്റികളിൽ ചില സമയത്ത് ദൈവം ബോധപൂർവ്വം ഇടപെട്ടെന്ന് വരും. അപ്പോൾ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അല്ലെ എന്ന് ടെസ്റ്റിംഗ് ഉണ്ടാകാൻ വേണ്ടിയാണ്. 2 തിമോത്തി 1:12. 2 തിമോത്തി 1:12. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഇക്കാരണത്തിലാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതാണ് സംഭവം. അതായത് നമ്മളിപ്പോൾ അവർ റെന്നി വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആരില്ല? മെഡിക്കൽ സയൻസിലാണ്. മനസ്സിലായില്ലേ? അവർ റെന്നി വിശ്വാസം എന്തുകൊണ്ടാണ് അവിടെ ബ്ലീഡിങ്, മലത്തിലൂടെയുള്ള ബ്ലീഡിങ് എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ചുമ്മാ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക മാത്രം ചെയ്തതിൻ്റെ കാരണം എന്താണ്? അവർ ആശ്രയം വെച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസിലാണ്. മനസ്സിലായി? അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. വിശ്വാസം അർപ്പിക്കേണ്ടതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോഴും ബേസിക്കായിട്ടുള്ള നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഫുള്ളായിട്ട് നിങ്ങൾ മെറ്റീരിയൽ വേൾഡിൽ നിങ്ങളുടെ വിശ്വാസം വിട്ടുകൊടുക്കരുത്. നമ്മൾ ആരെല്ലാം എന്തെല്ലാം നമ്മളെ എങ്ങനെയെല്ലാം, ഇപ്പോൾ നിങ്ങൾ 2 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ നിങ്ങളുടെ മകളെ കെട്ടിക്കുന്ന സമയത്ത് തിരിച്ചു തരാതെ നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പുള്ള കാശാണ്, നമുക്ക് കൊടുത്ത കാശാണ്, കിട്ടാനുള്ള കാശാണ്, ഓക്കെയാണ്, അയാൾ നമുക്ക് തരും. പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോഴേ പൈസ കൊടുക്കേണ്ട സമയത്തായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ പറയും, അയാൾ ചോദിക്കും കൈനീട്ടം വൈകുന്നേരമായ വല്ല കുഴപ്പമുണ്ടാകും ചോദിക്കും. നമ്മൾ ഈ കോമഡി കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ ആക്കിക്കളയും. അതെന്താ? നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന അയാളുടെ കാശാണ്, അത് നിങ്ങളുടെ കാശ് തന്നെയാണല്ല എന്നാണ്. ഇങ്ങനെയുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പലരുടെയും സ്ഫോടകാത്മകമായ അവസ്ഥകൾ. നിങ്ങൾക്ക് ഇപ്പം കിട്ടും നിങ്ങൾ കൈപ്പിടിയിലാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു വശം നിങ്ങൾ ദൈവത്തെ തന്നെ സമർപ്പിക്കണം. ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നാളെ ഞങ്ങൾ ഇന്ന കടയിൽ പോകും, ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം ചെയ്യും, ലാഭമുണ്ടാക്കും, ആർക്കും പറയാം. പക്ഷേ ഒരു ക്രൈസ്തവന് പറയാൻ പറ്റത്തില്ല. അതല്ലേ എടുത്ത നമ്മളെ ഇവിടെ യാക്കോബിൻ്റെ ലേഖനം, നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം നടത്തും, ലാഭമുണ്ടാക്കും എന്ന് ആർക്കും പറയാം. പക്ഷേ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? വിശ്വാസി പറയുമ്പോഴേ അതിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കണം. കർത്താവ് മനസ്സാകുന്നെങ്കിൽ എന്ന് കൂട്ടിച്ചേർക്കണം. നിനക്ക് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, നിനക്ക് PR കിട്ടാനുള്ള സാഹചര്യമുണ്ട്, നിൻ്റെ ആൾക്കാർ കാനഡയിലെ UK ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് PSCയിലാണെങ്കിൽ ശരി, നിനക്ക് പഠിച്ച് പാരമ്പര്യമായിട്ട് നോക്കുമ്പോൾ എല്ലാത്തിനും റാങ്കിൽ വന്നിരിക്കുന്നതാണ്, അതൊരു മെറിറ്റിൽ നീ കയറിപ്പോകുന്നൊക്കെ നീ പറഞ്ഞാലും നീ ഒരു വിശ്വാസിയാണ് നിനക്ക് പറയരുത്. എന്താ കാര്യം? കർത്താവിനോട് സ്പേസ് ഉണ്ട്, അവിടെ ദൈവഹിതത്തിന് സ്പേസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യണം? കർത്താവ് മനസ്സാകുന്നെങ്കിൽ വായിച്ചോളൂ. യാക്കോബ് 4:13, 14, 15. യാക്കോബ് 4-ാം അധ്യായം 14-15.
ഇന്നോ നാളെയോ ഏറ്റു പറഞ്ഞേ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് റൈറ്റ്, ഗോട്ട് ഇറ്റ്. അതായത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. അപ്പറോ കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് സമർപ്പണം. തൈറോയിഡിൻ്റെ അസുഖമുണ്ട്. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ള ഒരാൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ക്ഷീണവും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളുമൊക്കെ വളരെയധികമാണ്. എന്നാൽ എനിക്ക് ഇടയ്ക്കൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാനങ്ങ് ദേഷ്യപ്പെടും വീട്ടിൽ എല്ലാവരോടും. ചിലപ്പം എനിക്ക് തന്നെ പല ഇറിറ്റേഷൻ തോന്നും. പക്ഷേ അതൊന്നും എനിക്കറിയില്ല, എനിക്ക് തൈറോയിഡിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന്. പക്ഷെ പിന്നീട് ഞാനിതൊക്കെ പല നെറ്റിൽ നിന്നുമൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് എനിക്കെൻ്റെ തൈറോയ്ഡ് അസുഖമുള്ളത് കാരണമാണ് എനിക്ക് ഇത്രയും എളുപ്പം ഇറിറ്റേഷനും ദേഷ്യവുമൊക്കെ എല്ലാവരോടും തോന്നുന്നതെന്ന്. പക്ഷേ ഞാൻ ഈ തൈലം എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലുന്നതിന് മുമ്പ് എൻ്റെ നെറ്റിക്ക് പുരട്ടി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഡോസും ഒത്തിരി എൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഒത്തിരി കുറവാണ് ഡോസ്. അപ്പോൾ അതനുസരിച്ച് എൻ്റെ മരുന്നിൻ്റെ അളവും ഒത്തിരിയും കുറച്ചു. ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും ഇല്ല. ജോലിക്കും എല്ലാം പോയി വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു. യാതൊരു ക്ഷീണമോ അസ്വസ്ഥതയോ, ഞാൻ എൻ്റെ തൈറോയ്ഡ് പേഷ്യൻ്റ് ആണെന്ന് പോലും എനിക്ക് ഒരവസ്ഥയിലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ തൈലം ഉപയോഗിച്ചുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ തൈലം ഉപയോഗിച്ച് എൻ്റെ മൂത്ത മകളുടെ കുട്ടിക്ക് കണ്ണിന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ, അവളുടെ കണ്ണ് എങ്ങനെയാണെന്നറിയില്ല, അവളൊരു 10 മിനിറ്റെങ്കിലും മൊബൈൽ നോക്കുകയോ TV നോക്കിയിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവളുടെ കണ്ണിലെ കൃഷ്ണമണി ഒരു സൈഡിലേക്ക് അങ്ങ് ചരിഞ്ഞെരിഞ്ഞ് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട്. ദിവസം മുഴുവനും ലാപ്ടോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിട്ടും അവർക്കൊക്കെ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇതെന്താ കുഞ്ഞിന് ഇങ്ങനൊരു പ്രോബ്ലം വന്നത്, ഇത് വേറെ എന്തോ ഒരു അസുഖമാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അവർ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. പക്ഷേ ഞാൻ ഈ തൈലം കൊണ്ടുപോയതിന് ശേഷം മോളുടെ ആ ഫോട്ടോയിൽ എന്നും ആ കണ്ണിൽ ഞാൻ തൊട്ട് കുരിശ് വരച്ച് പ്രത്യക്ഷൻ പ്രാർത്ഥിക്കുമ്പോഴും ചെല്ലുമായിരുന്നു. മോൾക്ക് അങ്ങനെ കാര്യമേ പോയില്ല. അവൾ എത്ര നേരം ഇരുന്ന് TV കണ്ടാലും മണിക്കൂറുകളിരുന്നാലും കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവളുടെ കണ്ണിൻ്റെ അസ്വസ്ഥതയെല്ലാം അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. പിന്നെ ഈ അസുഖം അഥവാ കണ്ണിൻ്റെ ബുദ്ധിമുട്ട് കുഞ്ഞിന് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ് പിന്നീട് കുഞ്ഞിന് 5-6 വയസ്സാകുമ്പോൾ നമ്മൾക്കൊരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അന്ന് അവൾക്ക് 2 വയസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരുന്നതാണ്. ഇപ്പോൾ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട, അവൾക്ക് പൂർണ്ണമായിട്ട് സുഖമായി, അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവളുടെ പൂർണ്ണ സൗഖ്യം കുഞ്ഞിന് കിട്ടി. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകളുടെ കുഞ്ഞിന് ചെവിയിൽ അവൾക്ക് എപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവളുടെ ചെവിയിൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഇൻഫെക്ഷൻ വന്നാൽ കുഞ്ഞിന് അങ്ങ് ചെവിയൊക്കെ അവൾ കരഞ്ഞ് അവൾക്ക് ചെവിയിൽ നമ്മൾ നോക്കുമ്പം കാണാൻ ചുമന്ന നിറത്തിൽ അങ്ങ് ചെവിയായി പോകും. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, നിനക്കെന്താ ഒരു ഹോമിയോ ഡോക്ടറെ വല്ലതും കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, മമ്മി എല്ലാം ചെയ്തു, പക്ഷേ അത് ഇങ്ങനെ മാറുന്നതല്ല, ഇത് അവൾക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും ഇങ്ങനെ ജലദോഷമോ ഒരു ചെറിയൊരു അസ്വസ്ഥതയോ എന്തെങ്കിലും വന്നാൽ കുഞ്ഞിന് ഇത് ബുദ്ധിമുട്ട് വരുമെന്ന്. അങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പം കുഞ്ഞിന് ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 5-6 മാസമായിട്ട് മോൾക്കിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവരൊരു ദിവസം ബെറോഡായി വന്നു. അന്നേരവും കുഞ്ഞിന് അവിടെ വെച്ചും ഈ ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ ഈ ഉടമ്പടി തൈലമെടുത്ത് ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും കുഞ്ഞിനിങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് ഉടമ്പടി തൈലമെടുത്ത് ഞാൻ മോളുടെ ചെവിയിൽ അങ്ങനെ പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഇന്നുവരെയും കുഞ്ഞിന് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല.
അതിപ്പോൾ ഒരു 4-5 മാസത്തോളമായി ഞാനതൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഒരിക്കൽ പോലും കുഞ്ഞിനങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. പൂർണ്ണ സൗഖ്യം കുഞ്ഞിന് കിട്ടി. പിന്നെ ഇപ്പോൾ എൻ്റെ മൂത്തമ്മയുടെ 2ാമത്തെ കുഞ്ഞിന് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് നടന്നൊരു സംഭവമാണ്. അവൾ വീട്ടിൽ എന്തോ വൃത്തിയാക്കിക്കൊണ്ടൊക്കെ ഇരുന്ന സമയമായിരുന്നു. അപ്പോൾ അറിയാതെ കൊണ്ട് അവൾ വൃത്തിയാക്കുന്ന സമയത്ത് പെയിൻറ്റ് ഡൈല്യൂട്ട് ആക്കാൻ വേണ്ടി നമ്മളൊരു ലിക്വിഡുണ്ട്, ഡൈല്യൂട്ടർ, അതെടുത്ത് വളരെ വീര്യം കൂടിയതാണ്. അത് അവളെടുത്ത് താഴോട്ടെങ്ങാണ്ട് മാറ്റി വെച്ചിരുന്നു. ഈ 2.5 വയസ്സുള്ള കുഞ്ഞ് വന്ന്, അത് വെള്ളത്തിൻ്റെ ബോട്ടിൽ പോലുള്ളൊരു ബോട്ടിലായിരുന്നു വെച്ചിരുന്നത്. ആ കുഞ്ഞ് വന്ന് ഇത് വെള്ളമാണെന്ന് ഓർത്തിട്ട് എടുത്ത് അവളിതിൻ്റെ അടപ്പ് തുറന്ന് വായിലോട്ട് വെച്ചവൾ കുടിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചീ ഇതെന്തോ ഒരു വല്ലാത്തൊരിതാണെന്നും പറഞ്ഞുകൊണ്ട് അവളത് പറഞ്ഞു. അന്നേരമാണ് മോൾ തിരിഞ്ഞു നോക്കുന്നത്, ഇത് എന്താ സംഭവിച്ചതെന്ന്. നോക്കുമ്പോൾ ഈ 2.5 വയസ്സുള്ള കുഞ്ഞ് ആ പെയിൻറ്റ് ഡൈല്യൂട്ട് ആക്കാനുള്ള ഡൈല്യൂട്ടാണ് എടുത്ത് കുടിച്ചിരിക്കുന്നത്. അവളാകെ വിഷമത്തിലായി. അവൾ എന്നോട് പറഞ്ഞു, മമ്മി ടെൻഷൻ അടിക്കല്ലേ, മമ്മി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ആകെ ടെൻഷനിലാണ്, മമ്മിയും കൂടെ ഇനിയും ടെൻഷൻ അടിക്കല്ലേ. അവളുടെ ഭർത്താവ് അവിടെ ഇല്ല ആ സമയത്ത്. ആക്ച്വലി എൻ്റെ ഭർത്താവ് അന്നോടെ ചെല്ലാണ്ടിരിക്കുവാണ്. എൻ്റെ ഭർത്താവ് ഇന്നുവരെയും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല ഈ വിഷമം എല്ലാവരും ടെൻഷൻ അടിക്കുമെന്ന് ഓർത്തിട്ട്. അവൾ എളുപ്പം തന്നെ കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവിടെ അയൽവക്കത്തുള്ള ഒരാളുടെ സഹായത്തോടെ ആ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് നിങ്ങൾ എന്തായാലും 6 മണിക്കൂറിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയാൽ അത്രയും വേഗം നിങ്ങൾ എത്തിക്കണം. 48 മണിക്കൂർ വരെ കുഞ്ഞ് ഒബ്സർവേഷനിലായിരിക്കുമെന്ന്. എൻ്റെ മോൾ എത്രയും വേഗം കുഞ്ഞിനൊരു തേൻ കൊടുത്തു. നമ്മുടെ ഉടമ്പടിത്തേലും തേനുണ്ടായിരുന്നു മോളുടെ അടുത്ത്. ഞാൻ പറഞ്ഞു, മക്കളൊന്നും പേടിക്കേണ്ട, ആ തേൻ കൊടുത്ത് മൊത്തം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് തേൻ കുടിപ്പിക്കാൻ പറഞ്ഞു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും. ഇതേ സമയം ഞാൻ ബെറോഡയിലാണ്. ആ സമയത്ത് ഞാൻ അവിടെ വിശ്വാസത്തേലും എടുത്ത് നമ്മുടെ ഉടമ്പത്തേലും എടുത്ത് ഞാൻ പെരട്ടി, ഞാൻ വിശ്വാസ പ്രമാണം മുട്ടയിൽ നിന്ന് ഞാൻ ചൊല്ലിക്കൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു. 6 മണിക്കൂറായപ്പോൾ ഞാൻ ഓർത്തവളോട് ചോദിച്ചു, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതുവരെ മമ്മി ഒരു കുഴപ്പവുമില്ല, പക്ഷേ 48 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിറ്റേന്ന് ഞാൻ ഓഫീസിൽ പോയെങ്കിലും എൻ്റെ ചിന്ത മുഴുവൻ ഇതായിരുന്നു, ഈ 2.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ വയറ്റിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥയായിരിക്കും. ആ 24 മണിക്കൂറായപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല, അവൾ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് 48 മണിക്കൂറും കഴിഞ്ഞപ്പോഴും ഒരു കുഴപ്പവുമില്ല കുഞ്ഞിന്. ആ തേൻ ഞാൻ പറഞ്ഞു, മക്കൾ വീണ്ടും കൊടുക്കണം തേനത്, ഓരോ സ്പൂണും കൂടെ പിന്നെയും കൊടുക്കാൻ പറഞ്ഞു. പിറ്റേന്നും അവൾ ആ തേൻ തന്നെ കൊടുത്തു. ഞാനും പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, അവൾ മിടുമിടുക്കിയായിട്ടിരിക്കുന്നു പൂർണ്ണമായിട്ട് കുഞ്ഞിന്. ഇന്നിപ്പോൾ ഒരാഴ്ചയായി സംഭവം നടന്നിട്ട്, ഒരാഴ്ച മുമ്പുള്ള സംഭവമാണ്. ഞാൻ പിന്നാണ് സിസ്റ്ററെ അത് ഓർത്തത്. അതുകൊണ്ട് ആ സംഭവം ഒത്തിരി ഭയങ്കര അത്ഭുതമായിരുന്നു. അത് ഞങ്ങൾ ശരിക്കും ഇതെന്ത് ചെയ്യണം ഇനി കുഞ്ഞിൻ്റെ ഏത് രീതിയിൽ തന്നെ മുന്നോട്ട്. ഡോക്ടറും പറഞ്ഞു ഇതെന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്തായാലും നിങ്ങൾ ഒബ്സർവേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചെറിയ ജലദോഷമോ ഒരു ചെറിയ പനിയോ എന്തെങ്കിലും കുഞ്ഞിന് വന്നാൽ എത്രയും വേഗം നിങ്ങൾ കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അവൾ ആഹാരവും കഴിച്ചു വെള്ളവും കുടിച്ചു കുഞ്ഞ് മിടുമിടുക്കിയായിട്ട് 48 മണിക്കൂറും കഴിഞ്ഞു, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അമ്മയ്ക്ക് അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിനൊക്കെ മുമ്പുള്ളൊരു സംഭവമാണ്. എൻ്റെ നാത്തൂൻ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ. അപ്പം ഞാനിതൊന്നിനെ പറ്റിയൊന്നും അത്ര അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പം ഒരു ദിവസം ഞാൻ എന്നും ഒരു എക്സസൈസ് പ്രത്യേകമായിട്ടുള്ള ചെയ്യാറുണ്ട്. അപ്പം 2 സൈഡിലോട്ടും തിരിഞ്ഞിട്ടാണത് ചെയ്യുന്നത്. അപ്പം 2 സൈഡിലോട്ടും നമ്മൾ നല്ലപോലെ തിരിയുമ്പം 2 സൈഡ് നല്ലോണം ട്വിസ്റ്റാണ്. ഒരു മോർ ദാൻ 90 ഡിഗ്രിയിലേക്ക് ഞാൻ 2 സൈഡും ട്വിസ്റ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ചെയ്യുന്നതാണ് മിക്കവാറും. എനിക്ക് സമയം കിട്ടുമ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നതിന് പറ്റി ഞാൻ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ഇടത്ത് സൈഡിലെ ബ്രസ്റ്റിന് ഒരു വല്ലാത്ത വേദന. അത് ഒരു ദിവസമായി ഞാനൊന്നും പറഞ്ഞില്ല വീട്ടിൽ. 2ാമത്തെ ദിവസം ആയപ്പോഴേ എനിക്കിങ്ങനെ ഒരു വേദന, ഇങ്ങനെ അതേ വേദന ഒട്ടുമേ തിരിയാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വൈകുന്നേരം ഞാനിത് പറഞ്ഞു. അപ്പം ചേട്ടൻ അന്നൊന്നും പറഞ്ഞില്ല. ചേട്ടൻ പറഞ്ഞു സാരമില്ല, തോന്നിയതായിരിക്കും, എന്തെങ്കിലും എണ്ണ എല്ലാം പുരട്ടി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ഉള്ള എണ്ണയൊക്കെ എന്തെങ്കിലും മുറി എണ്ണയൊക്കെ ധന്വന്തരം അങ്ങനെയുള്ള എണ്ണകളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് തൂത്ത് ഞാൻ നോക്കി. 3ാമത്തെ ദിവസവും ഞാൻ വിചാരിച്ചു ഇതങ്ങ് മാറിക്കാണും, എനിക്കങ്ങനെയൊന്നും ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, അത് നോക്കിയപ്പോൾ ഒരു തടിപ്പോ അടയാളമോ ഒന്നും കാണാനുമില്ല. അപ്പം ഞാൻ 3ാമത്തെ ദിവസം ഇതുപോലെ തിരിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടുമേ തിരിയാൻ പറ്റുന്നില്ല, എനിക്ക് അതിവേദന. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇന്നും എനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് മാമോഗ്രാഫി ടെസ്റ്റ് തന്നെ എടുക്കാം, കാര്യം ഇതെന്താണെന്ന് അറിയാൻ പറ്റത്തില്ല.
എനിക്ക് വയസ്സും 59 വയസ്സായി. അപ്പം നമുക്ക് എന്താണ്, നമുക്കിത് ഒന്നും പറയാനൊക്കെ ഇല്ലല്ലോ, എന്തായാലും നമുക്ക് ടെസ്റ്റിന് തന്നെ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകാനായിട്ടെല്ലാം തയ്യാറായിരിക്കുമായിരുന്നു. അപ്പോൾ ആ ശനിയാഴ്ച ഞങ്ങൾ പോകാനായിട്ടിരുന്നു. ശനിയാഴ്ച എന്തോ ഞങ്ങൾക്കവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല മാമോഗ്രഫി ടെസ്റ്റിന്. ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പം